നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളെ വീടുകളിലെ പാഷൻ ഫ്രൂട്ട് പഴം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ നെറ്റ് നമ്മൾ സാധാരണ ഈ കിണറിനൊക്കെ വലിച്ചു കെട്ടുന്ന പോലത്തെ നെറ്റ്, കിണറിനെ ഇത് കെട്ടുന്ന നെറ്റ് അങ്ങനത്തെയൊക്കെ വെച്ചാണ് ചെയ്യാറ്. നമ്മളിന്ന് വെറൈറ്റി ആയിട്ട് ഇതുപോലെ കയറ്, നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിയ കയറാണ്. നമ്മൾ വീട്ടിൽ തുണിയൊക്കെ ഉണക്കാൻ വേണ്ടി ഇടാൻ വേണ്ടി അഴ കെട്ടുന്ന അങ്ങനത്തെ ആ ടൈപ്പിലുള്ള കട്ടിയുള്ള കയറാണിത്. കുറച്ച് കട്ടിയുള്ള കയറാണ്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് അത് എങ്ങനെയാണ് നമുക്ക് ആ നെറ്റ് മടയുന്നത്, ഈ നെറ്റ് നമ്മൾ തന്നെ നെയ്തുണ്ടാക്കുന്ന, നമ്മൾ തന്നെ കൈ കൊണ്ട് നെയ്ത് സെറ്റാക്കി എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് അതിൻ്റെ കാണാം. അതിന് ശേഷം നമ്മൾ തന്നെ ഇത് പാഷൻ ഫ്രൂട്ട് എല്ലാം സെറ്റായി കെട്ടി അതിൻ്റെ വള്ളിയൊക്കെ അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കത് ആദ്യം മടയണം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ആദ്യം നമ്മൾക്ക് ആവശ്യമുള്ള എത്ര കയറ് ഒന്ന് വലിച്ചു കെട്ടുക. രണ്ടാണിയിലോ ചുമലിൻ്റെ സൈഡിലോ ഇവിടെ നിന്നൊക്കെ വലിച്ചു കെട്ടിയതിന് ശേഷം ഇതുപോലെ താഴേക്ക് തൂക്കിയിടാൻ പറ്റിയ കയറുകളും നമുക്കൊരളവിൽ വേണ്ട എടുക്കുക. ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ആ ചെരിച്ച് കെട്ടിയ കയറിൽ ഇതുപോലെ കോർത്തെടുക്കുക. അങ്ങനെ നമ്മൾക്ക് ആവശ്യമുള്ള അത്രയും ഇതുപോലെ കോർത്തെടുത്തതിന് ശേഷം ഇതുപോലുള്ള കെട്ടുകളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അവിടെ ആ നമ്മൾ ചരിച്ച് കെട്ടിയ കയറിലേക്ക് ടൈറ്റായിരിക്കാൻ വേണ്ടി ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ആവാനുള്ള നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള കെട്ടുകളൊക്കെ ഇടാം. കാരണം നമ്മളത് താഴേക്ക് മടഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒന്ന് രണ്ട് സൈഡും വലിച്ചു കെട്ടിയതിന് ശേഷം ഇതുപോലെ എല്ലാ കയറുകളും എടുക്കുക. ശേഷം നമ്മൾ മടയാൻ വെച്ച കയറുകളെല്ലാം ഒരു അരയടി ഗ്യാപ്പ് വിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അരയടി ഗ്യാപ്പ് വിട്ടിട്ട് ചെയ്തായിരിക്കും നല്ലത്. അപ്പോൾ അതുപോലെ അരയടി ഗ്യാപ്പ് വിട്ട് എല്ലാ കയറുകളും ഇതുപോലെ സെറ്റാക്കി വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മടയിൽ തുടങ്ങാവുന്നതാണ്. ഇതുപോലെ അടുത്ത ലൈനും ഇതുപോലെ കറക്റ്റ് അളവെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ മടഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് കാണിച്ച ആ ഒരു കെട്ടുണ്ടല്ലോ, ആ ഒരു കെട്ട് കുറച്ച് കുറച്ച് ടൈം എടുക്കും, നന്നായിട്ട് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ അതിന് ശേഷം ബാക്കിയെല്ലാം ഇതേ രീതിയിലാണ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ഒന്ന് സൂം ചെയ്തൊന്ന് കാണിച്ചു കൊടുക്കാം. ഇത് സിമ്പിളായിട്ടുള്ള കെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ രണ്ട് കയറ് കൂട്ടി കെട്ടുന്ന ആ രീതിയിലുള്ള കെട്ടാണിത്. ഇങ്ങനെ കെട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കെട്ടുക, ഒരു റൗണ്ട് കെട്ടുക. ഒരു റൗണ്ട് ഇട്ടതിന് ശേഷം നമ്മൾ ഈ മേലെ വരുന്ന കയറ്, വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ മേലെ വരുന്ന കയറ് ഇത് മേലെ കൂടെ തന്നെ എടുക്കുക. ഈ കയറ് ഇതിൻ്റെ അടിയിൽ കൂടെ അപ്പുറത്തൂടെ വരുന്ന കയറാണ്. അപ്പോൾ ഇത് അടിഭാഗത്തൂടെ തന്നെ എടുത്തതിന് ശേഷം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റ്. അതിന് ശേഷം ഇതിൻ്റെ ഈ രണ്ട് ലെങ്ത്ത്, ഈ ലെങ്ത്തും ഇതുപോലുള്ള ഇവിടെ ലെങ്ത്തും, ഈ രണ്ട് ലെങ്ത്തും സെയിം ആയി കഴിഞ്ഞാൽ ഇത് ഏകദേശം സെയിം ആയിരിക്കും. അതിന് ശേഷം ഇതൊന്ന് വലിച്ച് മുറുക്കി കൊടുത്താൽ മതി. രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ വലിച്ചു കൊടുക്കുക. അങ്ങനെയാണ് ഇത് ഫുള്ളായിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഫുള്ള് മുകളിൽ നിന്ന് താഴെ വരെ അങ്ങനെയാണ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം അങ്ങനെ ഇതുപോലെ കെട്ടിക്കൊടുക്കാം. നമ്മൾ ഈ എൻഡിൽ ലാസ്റ്റത്തെ ഈ സൈഡ് വരുമ്പോൾ ഞാൻ നേരത്തെ അപ്പുറത്ത് പറഞ്ഞ പോലെ രണ്ട് കയറ് വരുന്ന ഭാഗത്ത് ഇങ്ങനെ പിടിച്ച് നമ്മൾ സാധാ മറ്റൻ കെട്ട് കെട്ടിയ പോലെ തന്നെ കറക്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഷേപ്പ് കിട്ടും. സ്ക്വയർ കിട്ടില്ല, ഒരു ട്രയാങ്കിളാണ് കിട്ടുക. ഇവിടുന്ന് അവിടം വരെ മടഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം അവിടം വരെ ഒരു 3 മീറ്റർ ഉണ്ട്. അതുപോലെ ഇതിൻ്റെ താഴത്തേക്കുള്ള ഹൈറ്റ് ലെവല്, താഴത്തേക്കുള്ള ഇത് ഏകദേശം ഒരു 2 മീറ്ററിൻ്റെ തൊട്ടടുത്തുണ്ട്. നമ്മൾ കയറ് കെട്ടുന്നതിനനുസരിച്ച്
ചുരുങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ ഇതുപോലെ നീളത്തിലേക്ക് ഇറക്കിയിട്ട കയറ് എത്ര ഹൈറ്റ് എടുക്കുന്നോ അത്രത്തോളം താഴേക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ഓരോ കെട്ടിടുന്നതിനനുസരിച്ച് ഇങ്ങനെ ചുരുങ്ങി താഴേക്കുള്ള ഹൈറ്റ് ഉണ്ടോ, താഴത്തെ ഹൈറ്റ് ചിലത് ലെങ്ത്ത് കൂടുതലും കുറവൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളെ കെട്ടിൻ്റെ ആ സ്ക്വയറിൻ്റെ അതിനനുസരിച്ചിരിക്കും. നമ്മൾ അവിടം വരെയുള്ള ഇത് ഏകദേശം ആയിട്ടുണ്ട്. അവിടം വരെയുള്ള എല്ലാ കെട്ടുകളും എല്ലാം റെഡിയാക്കി മടങ്ങി സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് നെറ്റ് നേരെ കൊണ്ടുപോയിട്ട് നമ്മളെ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി ഇതാക്കിയിട്ടുണ്ട്. 1-2 മരത്തിൽ കയറിയിട്ടാണുള്ള വള്ളി. അപ്പോൾ ഏകദേശം അതിൽ കായൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനിത് കെട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഈ നെറ്റ് എടുത്തിട്ട് നേരെ അങ്ങോട്ടേക്ക് വിടാം. ഓക്കെ, ഇതാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാ ഏകദേശം എൻ്റെ ഈ ഹൈറ്റ് ഉണ്ട്, താഴേക്കുള്ള ഹൈറ്റ്. അപ്പോൾ ഇത്രയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ മടഞ്ഞിട്ട് ഊഞ്ഞാലൊക്കെ പിള്ളേർക്ക് ഊഞ്ഞാലൊക്കെ വേണമെങ്കിൽ ആയിക്കൊടുക്കാം. അതിന് അത്രയ്ക്കും കട്ടിയുണ്ട് സാധനത്തിന്, ഭയങ്കര പവറാണ്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. നമ്മളിത് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ നെറ്റായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ വള്ളി കയറി പിടിക്കാനും നല്ല കായ് ഉണ്ടാകാനും. പിന്നെ ഈ മരത്തിൻ്റെ മുകളിലൊക്കെ കയറി പിടിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ കാണിച്ച മരത്തിൻ്റെ മുകളിൽ അതുപോലെ കയറി പിടിച്ചു കഴിഞ്ഞാൽ കാണാനൊരു ഇതുണ്ടാവില്ല, നമുക്ക് പറിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ നെറ്റോ അല്ലെങ്കിൽ സാധാ കിണറ്റിന് വെക്കുന്ന നെറ്റ് അതൊക്കെ വെച്ച് കൊടുത്ത് അതിലേക്ക് ആക്കുകയാണെങ്കിൽ ആ നെറ്റിലും റെഡിയാകും. പക്ഷേ ഇത് കുറച്ചും കൂടി നല്ല ലാസ്റ്റ് ചെയ്യും ഇതുപോലത്തെ നെറ്റ് ആയി കൊടുത്തു കഴിഞ്ഞാൽ. കയറ് പ്ലാസ്റ്റിക് കയറ് ഇത് എത്രയും പൊട്ടുന്ന അത്രത്തോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയും എല്ലാം അതിൽ സെറ്റാക്കി കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ നെറ്റ് കെട്ടി. അപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി ആദ്യം ഉണ്ടായിരുന്നത് ഇത് സീമൊക്കെ ഒന്ന് വേറെ മരത്തിൻ്റെ മുകളിലായിരുന്നു. അപ്പോൾ അത് നമ്മൾ കെട്ടി വെച്ച് ആ മരത്തിൻ്റെ കൊമ്പും ഇതൊക്കെ വെട്ടി മാറ്റി ശേഷം ഇതിൽ നെറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ച നെറ്റ്. നമ്മളിപ്പോൾ ടെറസിൻ്റെ മുകളിൽ നിന്നാണ് അതിൻ്റെ ഇത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കെട്ടിയ നെറ്റ് കുറച്ച് ചെറുതായിരുന്നു, നമ്മളെ മുറ്റത്തിൻ്റെ കറക്റ്റ് സൈസിൽ വന്നിട്ടില്ല. നമ്മൾ വേറെ സൈഡിലൊക്കെ വേറെ കയർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കി വെച്ച്, എന്നാലേ എല്ലാ ഇടത്തേക്കും ഇത് എത്തുന്നുള്ളൂ. അത് ഭയങ്കര ലെങ്ത്താണ്. നമ്മൾ നെറ്റ് സാമ്പിൾ പോലെ ചെയ്ത നെറ്റാണ്, അപ്പോൾ കുറച്ച് വലിപ്പം കുറവാണ്. അപ്പോൾ നമ്മൾ വേറെ ബാക്കിയുള്ള കയർ വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ കെട്ടി വലിച്ച് കെട്ടി നല്ല സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ നെറ്റ് നിങ്ങൾക്ക് ചെയ്ത വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ നെറ്റ് ഏകദേശം ഒരു അളവിലാണ് ചെയ്തത്. കെട്ടാൻ പറ്റിയ അതിൻ്റെ സൈസൊക്കെ ഒന്ന് കറക്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം ഇതാക്കി കഴിഞ്ഞാൽ നല്ലൊരു സൂപ്പർ കുറച്ച് നല്ല വീതി ലെങ്ത്തിൽ കിട്ടും. നമ്മൾ ഏകദേശം ചെറിയൊരു ജസ്റ്റ് കുറച്ച് അളവെടുത്തിട്ട് മാത്രം ചെയ്തതാണ്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും ഗുഡ് ബൈ.